അശ്വിൻ ടിയാഗോ, ഗുഡ് മോർണിംഗ്. എം മുകേഷ് MLA ഇപ്പോൾ എവിടെയാണുള്ളത്? അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമോ? ഗുരുതര വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുത്തിരിക്കുകയാണല്ലോ. സുജിയ, ഗുഡ് മോർണിംഗ്. ഞാൻ ഉള്ളത് മുകേഷിന്റെ കുമാരപുരത്തെ മാധവം എന്ന വീടിന് മുന്നിലാണ്. ഇവിടെ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ വീടിന് അകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ഒരു കാർ മാത്രമാണുള്ളത്. മറ്റാരും പുറത്തേക്ക് വരികയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കറുത്ത BMW കാറാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന കാറാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. 2 വണ്ടി പോലീസാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹം പുറത്തു വരികയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു വരികയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നൽകുകയോ ചെയ്തിട്ടില്ല. കാരണം ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. മാത്രമല്ല അത് കേസ് വരെ എടുത്തിരിക്കുന്നു, അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീളുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്നിട്ടും ഒരു ജനപ്രതിനിധി, ഒരു നടൻ എന്നതിലുപരിയായി ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരം. കാരണം ഒരു പീഡന പരാതി, ആ പീഡന പരാതിയിൽ വ്യക്തമായി തന്നെ പരാതിക്കാരി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, കൊല്ലം MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നടപടി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന തന്ത്രം നടക്കുന്നു, ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം നടക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് തനിക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ വീടിൽ, ഈ മാധവം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുമാരപുരത്തെ വീടിനുള്ളിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിന് ഇതുവരെയും അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ വീട്ടിൽ അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിന് ഉറപ്പായിട്ടും ഒരു കെയർടേക്കറോ അല്ലെങ്കിൽ ജോലിക്കാരോ ആരെങ്കിലും തന്നെ ഉണ്ടാവേണ്ടതാണ്. അവരാരും തന്നെ പുറത്തിറങ്ങി വരികയോ മുകേഷ് ഇവിടെ ഉണ്ടെന്നോ ഇല്ലയെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നൽകിയിട്ടില്ല. കൊല്ലത്തും അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചാലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇതുവരെ ഫോൺ കോളുകൾ പോലും അദ്ദേഹം എടുത്തിട്ടില്ല. ഒരു ജനപ്രതിനിധി ഈ ഒരു വിഷയത്തിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടുന്നത് അത് എത്രത്തോളം ഗൗരവകരമാണ് എന്നുള്ളതാണ്. കാരണം 2 വണ്ടി പോലീസ് ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും എം മുകേഷ്, കൊല്ലം MLA, ഈ ഒരു ആരോപണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ തൻ്റെ പ്രതികരണം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവ വിഷയമാണ്. കാരണം അദ്ദേഹം ഒരു സാധാരണ ആളല്ല, ഒരു വലിയ നടനാണ്, മാത്രമല്ല ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യം അദ്ദേഹത്തിനുണ്ട്.